ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഓർത്തു വയ്ക്കുക. പറഞ്ഞ കാര്യം ഇതാണ്: മുൻകാലങ്ങളിൽ ചോദിച്ച SSC, PSC, UPSC എക്സാമുകൾക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യങ്ങളുടെ ഉത്തരം, അതിനോട് അനുബന്ധമായ കാര്യങ്ങളുമായി 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഡേൺ ഇന്ത്യയിൽ, ഒന്നാമത്തെ ചോദ്യം മോഡേൺ ഇന്ത്യയിലെ ചോദ്യമാണ്: സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി റെബലിയൻ അല്ലെങ്കിൽ സന്യാസി റിവോൾട്ട് എന്നൊക്കെ പറയാറുണ്ട്. സന്യാസി റിവോൾട്ട് അല്ലെങ്കിൽ സന്യാസി റെബലിയൻ, ആ സന്യാസി കലാപം നടന്നത് എവിടെയാണെന്നാണ്. ഓർമ്മിക്കുക, 1770 മുതൽ 1770 മുതൽ 1770 മുതൽ 1820 വരെ ബംഗാൾ, ബീഹാർ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന ഒരു കർഷക കലാപമാണ് ഇത് സന്യാസി കലാപം എന്ന്. ഓർമ്മിക്കുക, സന്യാസി കലാപം എന്ന് വിളിക്കാറുണ്ട്, ഫക്കീർ കലാപം എന്നും അറിയപ്പെടുന്നത്. സന്യാസി റിവോൾട്ട് എന്ന് പറയും, അതോടൊപ്പം ഫക്കീർ റിവോൾട്ട് എന്ന് പറയും. 1770 മുതൽ 1820 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബംഗാൾ, ബീഹാർ, ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്ന് വെച്ചാൽ അന്നത്തെ പ്രദേശങ്ങളാണ് അതൊക്കെ. ആ സംസ്ഥാനം നടന്ന കലാപത്തെ നമ്മൾ എന്ത് പറയുന്നത്? സന്യാസി റിവോൾട്ട് അല്ലെങ്കിൽ ഫക്കീർ കലാപം എന്നൊക്കെ പറഞ്ഞു. ഓർമ്മിക്കുക, അന്ന് കാലത്ത് ബംഗാൾ, ബീഹാർ, ഒഡീഷയിൽ ഉണ്ടായിരുന്ന കർഷകരായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന സമരമാണ്. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾ പ്രകാരം പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ അന്യാധീനപ്പെട്ട, അവിടുന്ന് അട്ടിയോടിക്കപ്പെട്ട മുസ്ലിം കർഷകരായിട്ടുള്ള ആളുകളാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് അവര് പൊതുവെ ഫക്കീർ എന്നറിയപ്പെടുന്ന ആ വിഭാഗം, അവർ പിന്നീട് ഫക്കീർ എന്നറിയപ്പെടുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 5000 മുതൽ 7000 വരെ വരുന്ന ഒരു ഗ്രൂപ്പായിട്ട് നടന്നിരുന്ന ടീമുകളാണ് അവരെയാണ് നമ്മൾ ഫക്കീർ. അതുകൊണ്ടാണ് ഇതിനെ ഫക്കീർ കലാപം എന്ന് പറഞ്ഞത്. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾ മൂലം ആ പ്രദേശത്ത് നിന്നും, ഈ പറഞ്ഞ ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ അട്ടിയോടിക്കപ്പെട്ട മുസ്ലിം കർഷകരായിട്ടുള്ള ആളുകളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അവരെയാണ് നമ്മൾ ഫക്കീർ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫക്കീർ എന്ന് പറയുന്നത് മുസ്ലിം മതത്തിലെ സന്യാസിമാരാണ്. ഇവർ സന്യാസിമാരായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു കർഷകന് പിന്നീട് അവിടുന്ന് വട്ടിയോടിക്കപ്പെട്ടതിന് ശേഷം അവർ സന്യാസിമാരായിട്ട് അല്ലെങ്കിൽ ഫക്കീറുകളായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ഗതികേട് ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഫക്കീർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഫക്കീറുകളായിട്ടുള്ള ആളുകൾ നടത്തിയ സമരമായതുകൊണ്ടാണ് ഇതിനെ ഫക്കീർ കലാപം അല്ലെങ്കിൽ സന്യാസി റിവോൾട്ട് എന്നുകൂടി അറിയപ്പെട്ടുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രാകൃതമായ ഗറില്ല വാർഫെയർ ആയിരുന്നു ഇത് സന്യാസി റിവോൾട്ട് അല്ലെങ്കിൽ ഫക്കീർ കലാപം. ഇന്ത്യ കണ്ട ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാർബറിക് ആയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗറില്ല വാർഫെയർ ആയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇത് ഫക്കീർ കലാപം. മജ്നു ഷാ ആയിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട നേതാവ്. ആരാണ്? മജ്നു ഷാ ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവ് എന്നുകൂടി ഓർത്തുക. ഇനി ഇത് മുസ്ലിം ഫക്കീറുകൾ നടത്തിയ സമരമാണെങ്കിൽ ഓർത്തുക, മുസ്ലിം ഫക്കീറുകൾ മാത്രമല്ല, ഇതില് ഹിന്ദു സഹോദരങ്ങളെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിന്ന ഒരു സമരമായിട്ടും ഇതിൽ പലപ്പോഴും കാണാറുണ്ട്. പല ഹിന്ദു നേതാക്കന്മാർ ഇതിൽ ഈ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമുക്കറിയാം ഭവാനി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവി ചൗധരി തുടങ്ങിയ ആളുകളും, ദേവി ചൗധരി തുടങ്ങിയവരെല്ലാം തുടങ്ങിയ ഹിന്ദുക്കളെല്ലാം ഈ സമരത്തോടൊപ്പം നിന്ന ആളുകളായിരുന്നു. ഭവാനി പതക്കാണ് ഉദ്ദേശിക്കുന്നത്, ഭവാനി പതക്ക്. അതോടൊപ്പം തന്നെ ദേവി ചൗധരി തുടങ്ങിയ ഹിന്ദുക്കളെല്ലാം ഈ ഫക്കീർ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചതും ഈ കലാപത്തോടൊപ്പം നിന്നവരും ആയിരുന്നു കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫക്കീർ കലാപം. അപ്പോൾ ഫക്കീർ കലാപം എന്ന് ഓർത്തു വയ്ക്കുക, 1770 മുതൽ 1820 വരെ ബംഗാൾ, ബീഹാർ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനം നടന്ന കലാപമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന സമരമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഗറില്ല വാർഫെയർ ആയിരുന്നു ഓർത്തു വയ്ക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾ മൂലം അവിടെ നിന്ന് ബംഗാൾ, ബീഹാർ, ഒഡീഷയിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള കർഷകരുടെ സമരമാണ്. അവർ പിന്നീട് ഫക്കീറുകളായിട്ട് മാറുക. അതുകൊണ്ടാണ് അവരെ ഫക്കീർ എന്ന് വിളിക്കുന്നത്. അതിനൊപ്പം ഓർത്തു വയ്ക്കുക, ഭവാനി പതക്കും അതോടൊപ്പം തന്നെ ചൗധരി, ദേവി എന്ന് പറയുന്ന ആളുകളൊക്കെ തുടങ്ങിയ ആളുകളൊക്കെ ഈ ഹിന്ദുക്കളൊക്കെ ഈ സമരത്തിന് അനുകൂലം പ്രഖ്യാപിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. ഇനി ഈ കലാപത്തെ, ഈ സന്യാസി കലാപത്തെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയ ഒരു കൃതിയാണ് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതി. മറക്കണ്ട, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന കൃതിയും ഈ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയ കൃതിയായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയഗീതം അഡോപ്റ്റ് ചെയ്തതും ഇതിൽ നിന്നാണ് ഓർമ്മിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഫക്കീർ കലാപം അല്ലെങ്കിൽ സന്യാസി റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട. ലീഡറുടെ പേര് മറക്കുന്നത് മജ്നു ഷാ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡർ എന്നുകൂടി മറക്കാതെ പഠിച്ചു. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസിദ്ധമായ ഒരു സമരമായിരുന്നു ഫക്കീർ റിവോൾട്ട്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് പൊളിറ്റിക്സിന്റെ ഭാഗത്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്താണ്. നമുക്ക് നാഷണൽ പാർട്ടീസിനോട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
വി വി പാറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? വി വി പാറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഫുൾ ഫോം ഓഫ് വി വി പാറ്റ്. വാട്ട് ഈസ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയാം. വാട്ട് ഈസ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് വി വി പാറ്റിന്റെ ഫുൾ ഫോം. ക്ലിയർ? വാട്ട് ഈസ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതാണ് വി വി പാറ്റ്. നമുക്കറിയാം വി വി പാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നല്ലോ EVM. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതുമായി ബന്ധപ്പെട്ട കുറെ അലഗേഷൻസ് ഒക്കെ ഉണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചില കള്ളത്തരം ചെയ്തു വെക്കുന്നു, ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അത് ആ വോട്ടെല്ലാം മറ്റൊരു പാർട്ടിക്ക് മാത്രം ചെന്ന് വീഴുന്നു, അങ്ങനെ കുറെ അലഗേഷൻസ് ഇതുമായി ആരോപണങ്ങളുണ്ട്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കള്ളത്തരം കാണിക്കുന്ന ആരോപണം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ വി വി പാറ്റ് എന്ന്. അപ്പൊ നമ്മളുള്ള ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്താൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തത് അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു സ്ലിപ്പ് നമുക്ക് തരും. അപ്പോൾ ആ സ്ലിപ്പ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏത് വോട്ടർക്കാണ് വോട്ട് ചെയ്തത്, ഏത് ചിഹ്നത്തിലാണ് വോട്ട്, അത് നമുക്ക് ഈ സ്ലിപ്പിൽ കാണാമെന്നുള്ളതാണ്. അപ്പോൾ അത് കള്ളത്തരമില്ല, അത് നമ്മൾ ചെയ്ത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു പ്രൂഫ്. അതാണ് നമ്മൾ പറഞ്ഞ ഈ വോട്ടേഴ്സ് വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന്. അപ്പൊ ഇതാണ് വി വി പാറ്റ്. ഇനി ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് 2013 നാഗാലാൻഡിലെ നോക്സൺ എന്ന് പറഞ്ഞ ജില്ല, നാഗാലാൻഡിലെ നോക്സൺ എന്ന പ്രവിശ്യയിലാണ് ആദ്യമായിട്ട് നമ്മുടെ വി വി പാറ്റ് ഒരു എക്സ്പെരിമെന്റ് എന്ന പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ നടപ്പിലാക്കിയത്. പക്ഷേ നിയമനിർമ്മാണ സഭയിൽ പരിപൂർണമായിട്ടല്ല, ഒരു സംസ്ഥാനം പരിപൂർണമായിട്ട് നടപ്പിലാക്കിയത് 2017 നമ്മൾ ഗോവയിലായിരുന്നു. ഒരു സംസ്ഥാനം പരിപൂർണമായി എന്ന രീതിയിൽ നമ്മൾ ആദ്യമായി നടപ്പിലാക്കിയത് 2017 ഗോവയിലായിരുന്നു. അതിനുശേഷം ഹിമാചൽ പ്രദേശിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഹിമാചൽ പ്രദേശ് നടപ്പിലാക്കി. ഇനി കേരളത്തിലാണെങ്കിൽ 2016 നടപ്പിലാക്കി. കേരളത്തിലാണെങ്കിൽ 2016 വി വി പാറ്റ് നടപ്പിലാക്കിയത്. പക്ഷെ ഓർത്തു വയ്ക്കുക, കേരളത്തിൽ പരിപൂർണമായിട്ടായിരുന്നില്ല. കേരളത്തിൽ 12 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് ഏത് നടപ്പിലാക്കി വി വി പാറ്റ്. അപ്പൊ വി വി പാറ്റ് മറക്കണ്ട, വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെയുള്ള അലഗേഷനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമുക്കറിയാം, നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാർട്ടിക്കാണോ, ഏത് സ്ഥാനാർത്ഥിക്കാണോ, ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്തത് അത് തിരിച്ചറിയാൻ ഒരു സ്ലിപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്ലിപ്പ് നമുക്ക് വരും. ആ സ്ലിപ്പ് കണ്ടാൽ നമുക്കത് പ്രൂവ് ചെയ്യാം എന്നാണ് വോട്ടേഴ്സ് വെരിഫൈ. ഇത് ആദ്യമായിട്ട് വന്നത് 2013 നാഗാലാൻഡിലെ നോക്സൺ എന്ന ജില്ലയിലാണ് ഈ വി വി പാറ്റ് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം 2017 ഒരു സംസ്ഥാനം പരിപൂർണമായി എന്ന രീതിക്ക് ആദ്യമായിട്ട് ഗോവ, രണ്ടാമത് ഹിമാചൽ പ്രദേശ്. കേരളത്തിൽ വന്ന് 2016 കേരളത്തിൽ വന്നത്. പക്ഷെ 12 നിയോജകമണ്ഡലം മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ കൂടി ഓർത്തു വയ്ക്കും. ക്ലിയർ ആയല്ലോ? ഇതാണ് വി വി പാറ്റ്, വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ക്ലിയർ ആയിരിക്കല്ലോ? ക്ലിയർ. ഇനി മൂന്നാമത്തെ ചോദ്യം ഓർത്തിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ SSCക്ക് ചോദിച്ചതാണ്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചാൽ SSCക്ക് മാത്രം ചോദിച്ച ചോദ്യമാണ്. ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്താണ്. ചോദ്യം ഇതാണ്: ഓൺ വിച്ച് കമ്മിറ്റീസ് റെക്കമെൻഡേഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഫോംഡ് എന്നാണ്. ഓൺ വിച്ച് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഏതാണ്? led to the formation of സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ക്ലിയർ ആയല്ലോ? ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത്? CBC എന്ന് പറഞ്ഞു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം? ഓർമ്മിക്കുക, സന്താനം കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അതായത് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ രൂപം കൊണ്ടത് സന്താനം കമ്മിറ്റി ശുപാർശ പ്രകാരം. സന്താനം കമ്മിറ്റി ശുപാർശ പ്രകാരം സെൻട്രൽ വിജിലൻസ് കമ്മീഷനും IB ഇന്റലിജൻസ് ബ്യൂറോ രൂപം കൊണ്ടത്. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓർത്തിക്കുക. വിജിലൻസ് കമ്മീഷൻ നമുക്കറിയാം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നടക്കുന്ന അഴിമതി അന്വേഷിക്കാൻ വേണ്ടി, അഴിമതിയും കൈക്കൂലിയും മറ്റു ബ്രൈബുകളും എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രൂപം കൊണ്ടാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇത് 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത് 1964 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് സന്താനം കമ്മിറ്റി. ഇനി ഇത് എന്നോർത്ത് നോക്കിയാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ ഒരു ചീഫ് വിജിലൻസ് കമ്മീഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം 2 അതർ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ 3 അംഗങ്ങളാണ് ഇതിലുണ്ടാവുക. ഒന്ന് സെൻട്രൽ വിജിലൻസ് ഓഫീസർ ഉണ്ടായിരിക്കും, ഒരു ചീഫ് വിജിലൻസ് ഓഫീസർ ഉണ്ടായിരിക്കും, അതുകൂടാതെ 2 വിജിലൻസ് ഓഫീസർമാർ വേറെ. ഇങ്ങനെ 3 ആളുകളാണ് ഇതിൽ വരുന്നത്. ഇവിടെ കാലാവധി എന്നത് 4 years or 65 years, whichever is earlier എന്ന് പറയാം. 4 years or 65 years, whichever is earlier. 4 വർഷം അല്ലെങ്കിൽ 65, ഇതിൽ ഏതാണോ ആദ്യം അതായിരിക്കും ഇവിടെ കാലാവധി വന്നത്. അപ്പോയിന്റഡ് ആൻഡ് റിമൂവ്ഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇവരെ നിയമിക്കുന്നതും റിമൂവ് ചെയ്യുന്നു, പുറത്താക്കുന്നു ആരാണ്? രാഷ്ട്രപതിയാണെന്ന് ഓർത്തിക്കുക. ക്ലിയർ? ഇവരെ പുറത്താക്കുന്നതും നിയമിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അവർ അഡ്വൈസ് ചെയ്യുന്ന കമ്മിറ്റി ഉണ്ട്. അഡ്വൈസ് ചെയ്യുന്ന കമ്മിറ്റി വരുന്നത് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രിയായിരിക്കും, ഹോം മിനിസ്റ്ററിനായിരിക്കും, ആൻഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി നേതാവ്. ഈ 3 ആളുകളും കൂടുന്ന കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ ശുപാർശ എന്ന് വെച്ചാൽ ചീഫ് വിജിലൻസ് കമ്മീഷനെ മറ്റു 2 ആളുകളെ അപ്പോയിന്റ് ചെയ്ത് ഇവരാണ് നോക്കുക.
ഇനി പ്രധാനമായിട്ടും ഈ സെൻട്രൽ വിജിലൻസ് ഇപ്പോഴത്തെ ചീഫ് വിജിലൻസ് കമ്മീഷണറുടെ PK ശ്രീവാസ്തവയാണ്. ഇപ്പോഴത്തെ പ്രകാശ് കുമാർ ശ്രീവാസ്തവയാണ്, അല്ലെങ്കിൽ PK ശ്രീവാസ്തവയാണ് ഇപ്പോഴത്തെ ചീഫ് വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് N ശ്രീനിവാസ റാവു ആയിരുന്നു. ഫസ്റ്റ് ചീഫ് വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു ആയിരുന്നു. ഇപ്പോഴത്തെ ആള് PK ശ്രീവാസ്തവയാണെന്ന് കൂടി ഓർത്തിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ 2003 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നമ്മൾ എന്ത് കൊടുത്തു? സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്റ്റാറ്റസ് കൊടുത്തതിന് ശേഷം ഓർത്തിക്കുക, ഇറ്റ് ബിക്കേം എ ഓട്ടോണമസ് ബോഡി ആൻഡ് ഫ്രീ ഫ്രം ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ആ 2003 നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയതിനു ശേഷം ഇത് ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും സ്വതന്ത്ര അധികാരമുള്ള ഒരു ഓട്ടോണമസ് ബോഡി ആയിട്ട് ഇത് മാറി. ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാറി എന്ന് കൂടി ഓർത്തിക്കുക. ക്ലിയർ ആയിക്കോ? അപ്പൊ ഇത്രയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പൊ മറക്കണ്ട, 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഫോം ചെയ്ത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സന്താനം കമ്മിറ്റി ശുപാർശ പ്രകാരം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പോകുന്നത്. കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം എന്ന് ഓർത്തിക്കുക. ഒരു ചീഫ് വിജിലൻസ് കമ്മീഷൻ ആയിരിക്കും, 2 അതർ വിജിലൻസ് കമ്മീഷൻ ആയിരിക്കും. ഇവർ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന അഡ്വൈസറി കൗൺസിൽ വരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും, ഹോം മിനിസ്റ്റർ ആയിരിക്കും, പ്രതിപക്ഷ നേതാവ്. ഈ 3 ആളുകളും കൂടുന്ന അഡ്വൈസറി ബോഡിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെയും മറ്റു കമ്മീഷണർമാരെ നോമിനേറ്റ് ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. 2003 ഇവർക്ക് എന്ത് കൊടുത്തു? 2003 സ്റ്റാറ്റ്യൂട്ടറി ബോഡി പദവി കൊടുത്തു. അതോടൊപ്പം ഇതൊരു ഓട്ടോണമസ് ബോഡി ആയിട്ട് മാറി എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിക്കല്ലോ? ഇതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഫോംഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് സന്താനം കമ്മിറ്റീസ് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ നമ്മുടെ 3ാമത്തെ ടോപ്പിക് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കഴിഞ്ഞു, കമ്മിറ്റി കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യം നോക്കുക. 4ാമത്തെ ചോദ്യം ഓർത്ത് വയ്ക്കുക. ചോദ്യമാണ്, ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ കണ്ടക്ടഡ് ഇലക്ഷൻ ഓൺ ദി ബേസ് ഓഫ് പഞ്ചായത്ത് രാജ് എന്നാണ്. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടത്തിയ ആദ്യത്തെ സംസ്ഥാനം. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് കണ്ടക്ടഡ് ഇലക്ഷൻ ഓൺ ദി ബേസ് ഓഫ് പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടന്ന സംസ്ഥാനം, ആദ്യ സംസ്ഥാനം ഏതാണെന്ന്. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 3 ടയർ സിസ്റ്റത്തിലുള്ള ഇലക്ഷൻ. നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നു, ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നു, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത്, 3 തരത്തില്. അപ്പൊ ഈ പഞ്ചായത്ത് രാജ് വരുന്നതിന് മുന്നേ നമ്മൾ വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, പഞ്ചായത്തിലേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. പഞ്ചായത്ത് രാജ് വന്നതിന് ശേഷം എവിടേക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, 3 തലത്തിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ രീതിയിൽ വോട്ടെടുപ്പ്, ഈ രീതിയിൽ ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓർമ്മിക്കുക, മധ്യപ്രദേശിലാണ് ഈ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തെ ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം. ഇനി സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ആദ്യമായിട്ട് അങ്ങനെ ഇലക്ഷൻ നടന്നത് തമിഴ്നാടാണ്. സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടന്ന ആദ്യത് തമിഴ്നാടാണ്, ഇന്ത്യയിലാണെങ്കിൽ മധ്യപ്രദേശാണ്. അപ്പോൾ ഇതാണ് ഈ പഞ്ചായത്ത് രാജുമായി ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇരിക്കുക. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് 1959 എവിടെയാണ് പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയത്? എവിടെയാ? നമ്മൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ടോപ്പിക് എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസുകൾ നോക്കിയത് അറിയാം. പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് വരുന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയാണ്. 1959 നാഗൂർ ജില്ലയാണ്. 2ാമതായി വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ രാജസ്ഥാൻ, നാഗൂർ ഡിസ്ട്രിക്ട്. സെക്കൻഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ആന്ധ്രാപ്രദേശാണ്. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടന്ന സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാട്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് ബൽവന്ത് റായ് മേത്തയാണ്. ആരാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ്? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24 ഫെബ്രുവരി 19 ആയിരുന്നു നമ്മുടെ ഈ ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി 19 ആയിരുന്നു. ഇപ്പൊ അത് നമ്മൾ മാറ്റി ഏപ്രിൽ 24. അപ്പൊ ഏപ്രിൽ 24 ഇപ്പൊ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഓർക്കുക. 243 to 243 ഓ വരെയാണ്. 243 മുതൽ 243 ഓ വരെയുള്ള ആർട്ടിക്കിളാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. നടക്കണ്ട, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243 മുതൽ 243 ഓ വരെയാണ്. പഞ്ചായത്ത് രാജ് ലിസ്റ്റ്, ഇപ്പൊ നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് എന്ന് പറയും. അതിൽ പഞ്ചായത്ത് രാജ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉൾപ്പെടും എന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക. അത് 29 വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുന്ന കാര്യം കൂടിയൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ്, കുറെ കമ്മീഷൻസ് ഒക്കെ നമുക്ക് ലിങ്ക്ഡോ കമ്മീഷനോ റാവു കമ്മീഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഞ്ചായത്ത് രാജിന്റെ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ? ഇതാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട്. അപ്പൊ മറക്കണ്ട, പഞ്ചായത്ത് രാജ് വന്നത് 1959 നാഗൂർ ഡിസ്ട്രിക്ട് ഇൻ രാജസ്ഥാൻ, സെക്കൻഡ് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. പക്ഷെ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടന്ന സംസ്ഥാനം മധ്യപ്രദേശും സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാടുമാണ്. ഓർക്കുക, പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്രയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 24 ആണെന്നും കൂടി ഓർക്കുക. ആർട്ടിക്കിൾ 243 243 മുതൽ 243
വരെയുള്ള ആർട്ടുകളാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ആർട്ടുകൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടാലും ചെറുതായിട്ട് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ 4 ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഒന്ന് സന്യാസി റിവോൾട്ട് അല്ലെങ്കിൽ ഫക്കീർ റബലിയൻ എന്താണെന്ന് പഠിച്ചു, എവിടെയാണെന്ന് പഠിച്ചു, വർഷം പഠിച്ചു. രണ്ടാമത് VVPAT, വാട്ട് ഈസ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, VVPAT എന്താണെന്ന് പഠിച്ചു. മൂന്നാമത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണെന്നും എങ്ങനെയാണെന്ന് പഠിച്ചു. നാലാമത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ആ ഒരു ചെറിയ ടോപ്പിക് എന്ന് വെച്ചാൽ പഞ്ചായത്ത് രാജ് വലിയൊരു ടോപ്പിക്കാണ്, ഇടവാൻ എടുക്കാറുണ്ട്. നമ്മൾ ടോപ്പിക്ക് പഞ്ചായത്ത് രാജ് മാത്രമായിട്ട് വേറെ ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പഞ്ചായത്ത് രാജുമായി വരുന്ന ഒരു കാര്യം മാത്രം, പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടന്ന സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശ്. ഈ 4 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ 4 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ് വീണ്ടും കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും